ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നേന്ത്രപ്പഴം സേമിയ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ പഴവും ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. അത് ഈ നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരിയും ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം കേട്ടോ. അത് ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ നേന്ത്രപ്പഴം നെയ്യും എല്ലാം കൂടി നട്ട്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഴത്തിൻ്റെ മധുരം മതിയെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴം ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാൻ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണ്, എന്നാലും ഞാൻ നെയ്യിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. ആ സേമിയ വേവാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സേമിയയും പാലും ഒക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു 5 കോഴിമുട്ട എടുത്തിട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മുട്ടയും പാലും കൂടി ചേർത്ത ബാറ്ററാണ്. അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ 2 പോള ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പോളക്ക് വേണ്ടിയിട്ടാണ് 5 മുട്ട എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് സേമിയ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സേമിയും പഴം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു സോസ് പാൻ എടുത്തതിന് ശേഷം നമുക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് അതിൽ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ പോളവിടെ റെഡിയായി കിട്ടും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ട സൈഡൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാനിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് 2 പോള ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ 1 പോളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 2 പഴമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ സേമിയും അത്ര അധികമൊന്നും എടുക്കണ്ട. അപ്പോൾ ഞങ്ങളുടെ അടിപൊളി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ വിചാരിക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി സേമിയയുടെ പഴത്തിൻ്റെയും പോളയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.